ഓണനിലാവിലേക്ക് ഞാൻ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കള്ളവും ചളിവും പൊളിവചനങ്ങളുമില്ലാത്ത നല്ല നാളുകളുടെ ഓർമ്മകളുമായി ഒരു പൊന്നോണം കൂടി വരവായിരിക്കുകയാണ്. പൂക്കളിൽ വർണ്ണം നിറച്ച് പുത്തനെടുപ്പിന്റെ ഗന്ധം പകർന്ന് ഓണസദ്യയും പായസ മധുരവും ഓർമ്മിപ്പിച്ച് വീണ്ടും ഒരു ഓണക്കാലം എത്തിയിരിക്കുകയാണ്. ഒരു പിടി നല്ല ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞുകൊണ്ട് നിറപറയും നിലവിളക്കും തുമ്പപ്പൂക്കളുമേന്തി സ്നേഹത്തിന്റെ ഓണക്കാലം വീണ്ടും ഇതാ വന്നെത്തിയിരിക്കുന്നു. ഓണപ്പൂക്കളിൽ വിരിയുന്ന ശോഭയാർന്ന പൂക്കൾ പോലെ നിങ്ങളുടെ ജീവിതം മനോഹരവും സുഗന്ധപൂരിതവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ ഓണപരിപാടിയായ ഓണനിലാവിലേക്ക് ഞാൻ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നൽകുന്നു. On behalf of Colonial Association of Greater Houston, cordial welcome to one and all to this auspicious occasion on which we celebrate Onam, a festival of peace and prosperity. Onam instills in us the memory of a pleasure past in which peace and fraternity flourished, a kingdom where values and virtues prevail, an ideal place where there was no gloom or despair. വർണ്ണാഭമായ ഒരുപാട് കലാപരിപാടികൾ നമ്മൾക്കുണ്ട്. അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. And my name is Anis Jose and I am your host for the day and I do have. And my name is Irene Jomoy. We are delighted to have esteemed presence of distinguished dignitaries amidst us. അവരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് കൊറോലിംഗാട് അസോസിയേഷന്റെ ഭാരവാഹികളെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്രസിഡന്റ് ശ്രീ ഷാജി ജോസ് ചെറുത്ര, സെക്രട്ടറി ടാസ്മോൻ ജോസഫ്, ട്രഷറർ സിനു സെബാസ്റ്റ്യൻ, the presence of Honorable Mayor of Missouri City, Mr. Robin Ellicott, asked the grandeur of this function. Mayor, on behalf of these gathered here, I extend our sincere request for you to come onto the stage. Mr. S.E. George, famous writer and columnist, is also here to grace this occasion. Sir, we extend your welcome and please come onto the stage. ഏതൊരു പരിപാടിയും തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ്. പ്രയർ സോങ്ങിനായി ഐ വെൽക്കം ദിയ ജേക്കബ് ആൻഡ് ഐറീൻ ജോമോൻ. I request everybody to stand for a prayer song. Thank you. That was a beautiful prayer song. അടുത്തതായിട്ട് സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗത്തിനായി സെക്രട്ടറി ടാസ്മോൻ ജോസഫിനെ ക്ഷണിച്ചോളൂ. ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട റോബിൻ എലഗേറ്റ് സർ, മേയർ മിസോറി സിറ്റി, കൊറോലിംഗാട് അസോസിയേഷൻ്റെ പേരിൽ ഹൃദയംഗമായി ഈ സ്റ്റേജിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ബഹുമാനപ്പെട്ട എ.സി. ജോർജ്, അറിയപ്പെടുന്ന എഴുത്തുകാരനും വാഗ്മിയുമായ അദ്ദേഹത്തെ കൊറോലിംഗാട് അസോസിയേഷൻ്റെ പേരിൽ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കൊറോലിംഗാട് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ചെറുത്തളം സ്നേഹപൂർവ്വം ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ട്രഷറർ സിനു കെട്ടിയാനി അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാ സ്പോൺസേഴ്സിനെയും
ഈ സ്റ്റേജിലേക്ക് ഞാൻ ഹൃദയപൂർവ്വമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും പ്രത്യേകമായിട്ട് പറയുന്നില്ല. എങ്കിലും നമ്മൾ സ്നേഹപൂർവ്വം നമ്മൾക്ക് സ്പോൺസർഷിപ്പ് തന്ന് നമ്മളെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകമായ ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Thank you, Tasman. The Honorable Mayor, Robin Ellicott, has always been a source of inspiration for all of our programs. We will now address the gathering and inaugurate the ceremony. Mayor. Well, good evening. Good evening. First of all, to all the respected people on the stage, especially the President, Secretary, and Treasurer of Kurolingad Association, then my good friend AC George, and to all of you, a happy Onam. ഞാൻ രണ്ടൊന്ന് കാര്യം മലയാളത്തിൽ പറയുന്നതിന് കുഴപ്പമില്ലായിരിക്കും. ഇത് എൻ്റെ 17ാമത്തെ ഓണമാണ്. ഞാൻ ഇപ്പൊ AC ജോർജിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഇനിയും ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ 2 എണ്ണം കൂടി ഉണ്ട്. അപ്പം അത് കാരണം ഞാൻ കഴിക്കാൻ മേലാത്ത രീതിയിൽ ഇപ്പം ഇരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന്റെ ഒരു പ്രത്യേകത, ഫസ്റ്റ് ഓഫ് ഓൾ കുറവലങ്ങാട് ഇത് നിങ്ങളുടെ ആദ്യത്തെ കൂട്ടായ്മ അല്ലേ? സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. നിങ്ങൾക്കൊരു കൈയടി തരലാണ്. കാരണം ഇത്രയും രീതിയിൽ നമുക്കിവിടെ പല അസോസിയേഷൻ ഉണ്ടെങ്കിലും കുറവലങ്ങാട് എന്നുള്ള ആ രീതിയിലുള്ള നിങ്ങളുടെ ആ കൂട്ടായ്മ, ആ ഒരു യോജിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഐക്യം, അതുകൊണ്ടാണ് ഇതേപോലെ ഒരു അസോസിയേഷൻ തുടങ്ങിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറവലങ്ങാടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. ഞാൻ പ്രോപ്പർ കോട്ടയത്തായിരുന്നു വളർന്നത്. ഞാൻ 4th ഗ്രേഡിലോട്ട് കയറിയപ്പോൾ ഇങ്ങനെ പോന്നു, USA പോന്നു. 1982 ഇവിടെ എത്തി. രാഷ്ട്രീയത്തിൽ വന്ന പിന്നെ മലയാളം യൂട്യൂബിൽ കൂടെ പഠിച്ച് പ്രസംഗിക്കാൻ ഞാൻ പഠിച്ചു. പിന്നെ AC ജോർജിനെ പോലുള്ളവർ ഇങ്ങനെ പ്രസംഗം പറയുമ്പം അത് കേട്ട് ഞാൻ പഠിച്ചു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തിൻ്റെ ഒത്തിരി ഓർമ്മകൾ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ കുറവലങ്ങാടിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ മകൻ കുറവലങ്ങാട് രജിസ്ട്രാർ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ആണ് എനിക്ക് ഏറ്റവും ഇപ്പം കഴിഞ്ഞ ഒരു മാസം വരെ. അതിനുശേഷം അദ്ദേഹം ഡിസ്ട്രിക്ട് രജിസ്ട്രാറായിട്ട് എറണാകുളത്ത് മൂവ് ചെയ്തു. അപ്പോൾ എന്ന് നാട്ടിൽ പോകുമ്പോഴും കുറവലങ്ങാട് രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലുകയും അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ഒരു ചായകടയിൽ പോയി കാപ്പി കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ വളരെയധികം ഓർമ്മയിൽ നിൽക്കുന്നു. കുറവലങ്ങാടിൽ നിന്ന് എൻ്റെ പ്രോപ്പർ ഫാമിലി ഹൗസ് അവിടുന്ന് ഒരു 20 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ 20 മിനിറ്റ്സിനകം പോയി വരത്തക്ക രീതിയിലുള്ള ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു മെസ്സേജ് പറയാനുള്ളത്, ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു പ്രത്യേകമായിട്ടൊരു മെസ്സേജാണ്. കാരണം നമ്മുടെ ഈ ഒരു മലയാളിയുടെ ഐക്യത അല്ലെങ്കിൽ കൂട്ടായ്മ ഇന്ന് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഇവിടെയുണ്ട്. അതുകൂടാതെ ഇതേപോലെ ഓരോ ഗ്രൂപ്പുകളായിട്ടും അല്ലെങ്കിൽ ഓരോ നാട്ടിലത്തെ ഓരോ ടൗണുകളായിട്ടും മാറി ഇന്നിപ്പോൾ ഇഷ്ടം പോലെ സെലിബ്രേഷൻസ് ഓണത്തിൻ്റെ ഇവിടെ നടക്കുന്നു. അപ്പം പലരും ചിലവരൊക്കെ ബിസിനസ് സിറ്റിയിലായിരിക്കും, ചിലവരൊക്കെ ഷോർലാൻഡ് അല്ലെങ്കിൽ പെയർലാൻഡ് ഇങ്ങനെയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ മലയാളികൾ, നോർത്ത് ഇന്ത്യൻസ് പോലുമല്ല, മലയാളികൾ കൂടുതലും എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഫോർട്ട് ബെൻഡ് കൗണ്ടി തന്നെയാണ്. ഫോർ ഷുവർ KP ജോർജ് ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ്, നമുക്ക് 2 ജുഡീഷ്യൽ ജഡ്ജസ്മാർ ഇന്നിവിടെ ഉണ്ട്. അതുകൂടാതെ 2 മേയർമാരുണ്ട്, ഞാൻ മാത്രമല്ല, കൂടാതെ സ്റ്റാഫോർഡ് സിറ്റിയുടെ മേയർ കെൻ മാത്യു. ഇനി ഒത്തിരി കാൻഡിഡേറ്റ്സ് മുമ്പോട്ട് വരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെയൊക്കെ കേരളീയരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ മുതൽ വളർന്നു വരുമ്പോൾ മുതൽ നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരു ടച്ച് ഉണ്ട്.
അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ അതിനോട് ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയത്തിനോടൊരു താല്പര്യമുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ 2009 ഞാൻ ആദ്യമായിട്ട് എലക്ട് ചെയ്ത് കൗൺസിൽ മെമ്പറായിട്ട് എലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും എനിക്ക് തോന്നാണ്ട് 200 പീപ്പിൾ മാത്രമേ ഉള്ളൂ അന്ന് പോയി വോട്ട് ചെയ്തുള്ളൂ. കാരണം അന്ന് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ കൂടുതൽ അറിയത്തില്ല, ഇതിനെക്കുറിച്ചുള്ള വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഇന്ന് പലരും വന്നതിന് ശേഷം ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി, ഇന്ന് ഒരു ഇലക്ഷനിൽ മലയാളി കമ്മ്യൂണിറ്റി ഇല്ലാതെ ആർക്കും ജയിക്കാൻ പറ്റിയല്ല എന്നുള്ള ഒരു രീതിയിലായി മാറിയിരിക്കുകയാണ്. അത് ഞാൻ പറയാൻ കാരണം ഒരു വൈറ്റ് ആയിക്കോട്ടെ, ബ്ലാക്ക് ആയിക്കോട്ടെ, ഏഷ്യൻ ആയിക്കോട്ടെ, ആരാണെങ്കിലും നമ്മുടെ ആ കമ്മ്യൂണിറ്റിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത് അവരെ നോക്കിയിട്ടേ ഉള്ളൂ. നമ്മുടെ കമ്മ്യൂണിറ്റി ആരെ സപ്പോർട്ട് ചെയ്യുന്നു ആ സപ്പോർട്ട് ചെയ്യുന്നതിനേ ഉള്ളൂ ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്. സോ അമേരിക്ക ഈസ് ചേഞ്ചിങ്, ദ വേ ഹൗ വി ലിവ് ഈസ് ചേഞ്ചിങ്. ഇന്ന് ഉച്ചയ്ക്ക് വേറൊരു മാൻവെല്ലില് ഒരു മലയാളി മെർഡിന എന്ന് പറയുന്ന ഒരു നെയ്ബർഹുഡിന്റെ അസോസിയേഷൻ ഓണപരിപാടിക്ക് ഇന്ന് ഉച്ചയ്ക്ക് പങ്കെടുക്കാൻ പറ്റി. മാൻവെൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് നമ്മുടെ ഇവിടെ നിന്ന് അധികം ദൂരമില്ല. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 150+ ഫാമിലീസ് ഇന്ന് മെർഡിനയിൽ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ ആ അസോസിയേഷന് ഇതേപോലെ തന്നെ കുറുവള്ളിങ്ങാട് അസോസിയേഷൻ പോലെ തന്നെ അവരൊരു ഓണപരിപാടികൾ നടത്തുകയൊക്കെ ചെയ്തു. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച ശ്രീ ചാണ്ടിയമ്മൻ MLA ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുകയും ചെയ്തു, ഈവൻ പുതുപ്പള്ളിയിൽ അല്ല, ഈവൻ ഏറ്റുമാനൂര് അല്ലെങ്കിൽ കോട്ടയത്ത് പോലും ഒരു അസോസിയേഷൻ പോലും ഓണപരിപാടികൾ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള അത്ര ആൾക്കാർ ഇന്ന് കേരളത്തിലില്ല. അതേപോലെ നമ്മുടെ പിള്ളേര്, നമ്മുടെ ഒക്കെ പിള്ളേര്, എനിക്ക് 2 പെൺപിള്ളേരാണ്. അവർ രണ്ടുപേരും ഡാൻസ് പഠിച്ചതാണ്. ഇപ്പൊ അവര് ഡാൻസ് ചെയ്യുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ പെർഫോമൻസസ് അവർ ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ഇത്രയും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കുട്ടികളില് ഇന്ന് കേരളത്തിൽ പോലും ഇത്രയും ഇല്ല. അപ്പൊ ഇവിടുത്തെ ചില പരിപാടികൾ കണ്ട് ചാണ്ടിയമ്മൻ MLA എന്നോട് പറയായിരുന്നു, ഇത്രയും ഇതാണ് കേരളത്തിന് നഷ്ടം. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് വന്നിരിക്കുന്നത് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ മാറി നിൽക്കും. അപ്പൊ നമ്മള് കേരളം വിട്ട് ഇങ്ങോട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ ആ കൾച്ചറും അതേപോലെ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അതുകൊണ്ടാണ് നമുക്ക് ഓണത്തിന്റെ പരിപാടി, അതേപോലെ ക്രിസ്മസ് സെലിബ്രേഷൻസ്, അങ്ങനെ പല പല സെലിബ്രേഷൻസുകൾ, അമ്പലത്തിലെ ഉത്സവങ്ങൾ, ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് ഇന്ന് ഇവിടെ നടന്നു വരികയാണ്. കാരണം ഇന്നിപ്പം എൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന കറമ്പരും കുഴമ്പരും ഒക്കെ ചോദിക്കുന്നുണ്ട്, ഇതിന്റെയൊക്കെ ഫോട്ടോസ് കാണുമ്പോൾ ഞങ്ങളെ കൂടെ ഒന്ന് വിളിക്കാവോ ഇതേപോലത്തെ പ്രോഗ്രാം. കാരണം ഇത്രയും കളർഫുൾ ആയിട്ട് ഡാൻസുകളൊക്കെ ചെയ്തു ഇതേപോലെ അവരാരും കണ്ടിട്ടില്ല. അപ്പൊ അവർക്കിത് കാണുമ്പോൾ വളരെയധികം അത്ഭുതമായിട്ട് തോന്നുന്നു. അപ്പൊ അവരെയും കൂടി വിളിക്കാവോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ ലാസ്റ്റിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ ഇവിടെ ഷിക്കാഗോയിലായിരുന്നു. അത് കഴിഞ്ഞ് ന്യൂയോർക്കിൽ എൻ്റെ ഫെലോഷിപ്പിന് വേണ്ടി കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹ്യൂസ്റ്റണിൽ 2004 മുതൽ ഹ്യൂസ്റ്റണിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെടുത്തോളം അസോസിയേഷനുകൾ ഒത്തിരി ഉണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. ഇവിടെയെല്ലാം ഞാൻ കാണുന്ന ഒരു ചെറിയൊരു ഇംപ്രൂവ്മെന്റ് നമുക്ക് വേണ്ടത്. നമ്മളെ മലയാളികളാകുമ്പോൾ വളരെയധികം സ്നേഹമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുകാരെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെറിയ കാര്യത്തിന്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് വിദ്വേഷവും പിണക്കവും അല്ലെങ്കിൽ പെട്ടെന്ന് ഉടനെ ഒറ്റ വെട്ട് 2 മുറി എന്നുള്ള രീതിയിൽ ഇതൊക്കെ നമ്മൾ അതേ രീതിയിൽ ആക്ഷൻ എടുക്കണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഇപ്പൊ എലക്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ മിണ്ടാതെയും അല്ലെങ്കിൽ വർഷങ്ങളോ പിണക്കൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ മാറ്റി നമ്മളൊരു സമൂഹം, നമ്മളൊരു കൂട്ടായ്മ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് നാട്ടുകാരായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ആത്മബന്ധം അത് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കണം. കാരണം ഇവിടുത്തെ രീതിയിൽ കുറുവള്ളിങ്ങാട് അസോസിയേഷൻ, അതേപോലെ ഇങ്ങനെ ഓരോ അസോസിയേഷൻ, തൃശ്ശൂർ അസോസിയേഷൻ, ഇങ്ങനെ നിൽക്കുന്ന ഓരോ അസോസിയേഷനിലും നമ്മൾ
ആ ഒരു രീതിയിൽ കാണുന്നെങ്കിലും അവസാനം വരുമ്പോൾ നമ്മൾ ആ മലയാളികൾ എന്നുള്ള ഒരു പ്രത്യേക ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബഹുമാനം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരം പിളരും എന്ന് പണ്ട് കെ മാണി സാറ് പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ വളരെ ദൂരം പിളരുകയല്ല ചെയ്യുന്നത്. നമ്മൾ വളരെ ദൂരം നമ്മുടെ കൂട്ടായ്മ ഒന്നിച്ചു നിൽക്കുകയും ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹം, സന്തോഷം നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇനി ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു അസോസിയേഷൻ, കൊറോളിങ്ങാട് അസോസിയേഷനിൽ ആദ്യത്തെ പരിപാടി ആയിട്ട് നിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിനും, എന്നെ രതീഷ് കൃഷ്ണൻ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം എന്നെ എനിക്ക് വന്നൊരു 10-15 വാട്സാപ്പ് മെസ്സേജ് അയച്ചു. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഇലക്ഷനും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം തിരക്കുള്ളതുകൊണ്ട് ഞാൻ അധികം നേരം നിൽക്കുന്നില്ല. ഞാൻ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് പോകും. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇതിൻ്റെ അസോസിയേഷൻ്റെ ഭാരവാഹികൾക്ക് ഓരോരുത്തർക്കും എന്നെ ക്ഷണിച്ചതിലും ഈ ഒരു പരിപാടി, ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങളുടെ ഓണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിലും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.